അപ്പോൾ ഗൈസ് ഇന്ന് ഉടുത്തൊരുങ്ങി മുല്ലപ്പൂക്കെ വെച്ചിട്ട് പോകുന്നത് നിങ്ങളുടെ അറിയും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാര്യം ചെയ്യും കേട്ടോ, പൊങ്കാല ഇടൽ. ഞാൻ പൊങ്കാലൊക്കെ നമ്മൾ തിരുവനന്തപുരത്തുള്ള ആറ്റുകാൽ പൊങ്കാല അങ്ങനെ ടി വിയിലും ഫോണിലൊക്കെ കാണുക എന്നല്ലാതെ ഞാൻ ഇതുവരെ പൊങ്കാല ഇടൽ അങ്ങനൊരു ഇതിന് പോയിട്ടില്ല. നമ്മൾ തൂത ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാനത് അറിയാറില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരാഴ്ചയൊക്കെ ഒരു നോമ്പ് വേണമല്ലോ, അതിൻ്റെ കുറച്ച് ഒരു തലേ ദിവസം അങ്ങനെയൊക്കെ ഇട്ട് അറിയാറ്. ഇത് കോങ്ങാട് തിരുമാന്താംകുന്ന് അമ്പലത്തിലാട്ടോ. അപ്പം അമ്മയാണ് എനിക്ക് ഇതൊക്കെ ബുക്ക് ചെയ്തതും എല്ലാം റെഡിയാക്കി ഒക്കെ അമ്മ റെഡിയായിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി പിന്നെ പോവുകയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ നാട്ടിലാണ്. അപ്പോൾ അമ്മ അവിടെയൊക്കെ റെഡിയാക്കി സെറ്റായി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ പോയി. പിന്നെ നമ്മൾ 350 രൂപ കൊടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്പലത്തിൽ തന്നെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയും അതേപോലെ അടുപ്പൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ടാവും. വിറക്, അരി, ശർക്കര, ചന്ദനത്തിരി, കർപ്പൂരം, പിന്നെ പായസത്തിൽ ഒഴിക്കണം നെയ്യടക്കം അവർ കൊടുന്ന് ഒഴിച്ച് തരുന്നുണ്ട്. വിളക്ക് ഒരു ചെരാതിൽ വിളക്ക് കത്തിച്ച് തരുന്നുണ്ട്. എല്ലാ സൗകര്യവും അമ്പലം ഒരുക്കി തരുന്നുണ്ട്. 350 രൂപയാണ്. പിന്നെ നമ്മൾ വല്ല പഴമോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ തേങ്ങയൊക്കെ ചിരകി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ തേങ്ങയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ കുറച്ച് അരി കഴുകുള്ള 2 പാത്രം മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും പൊങ്കാല അവരിങ്ങനെ വിളിച്ച് അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയുള്ള അടുപ്പിൽ ആദ്യം അതിൻ്റെ ഭണ്ഡാരടുപ്പോ അങ്ങനെ എന്താണ് പറയണത്, ഭണ്ഡാരടുപ്പോ അങ്ങനെ എന്തായാലും അതിൽ തീ കൊളുത്തിയതിന് ശേഷമാണ് നമ്മളോട് ഇതിലേക്ക് തീ കൊളുത്താൻ പറഞ്ഞത്. പിന്നെ ഓരോ നിലവിളക്ക് ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ ചെരാത് കത്തിച്ചിട്ട് വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ തീ കൊടുത്തത് കേട്ടോ. അയ്യോ, ഇത് ഭയങ്കര ടാസ്ക്കുള്ള പണി കേട്ടോ. ഇത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറേ വേറെയും വിഭവങ്ങൾ മണ്ടപ്പുറ്റോ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം എനിക്കറിയില്ല. ഈ ഒരു സാധനം വെന്ത് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം കുഴിയൊന്നും ഇല്ലാതെ ഇഷ്ടിക മാത്രം വെച്ചിട്ടുള്ള ഈ ഒരു അടുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ അങ്ങനെ തീ കനലും ഇതൊക്കെ കൂടി നിറഞ്ഞിട്ട് അടുപ്പ് നേരെ കത്തില്ല. അങ്ങനെ കുറേ പുക ഇവിടെ മൊത്തം അങ്ങനെ ആൾക്കാർ ഇത് കത്തിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ മൊത്തം പുകഞ്ഞിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറേ ഇതുണ്ട് കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അരിയൊക്കെ ഇട്ടു. അപ്പോൾ ചിലർക്കത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് വെള്ളം കറക്റ്റായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു വെള്ളം അധികമാണ് നിങ്ങളുടേൽ, വെള്ളം ഇത്രയും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വെള്ളം നമുക്ക് ആവശ്യത്തിന് അതിലുണ്ടെങ്കിലാണ് അതിങ്ങനെ പൊന്തി പതഞ്ഞ് തൂവി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം നമ്മൾ വീട്ടിൽ വയ്ക്കണ പോലെ കുറച്ച് വെച്ചാൽ പോരാ ചോറിന്. ഇത് വെള്ളം ഒരു 3/4 ഭാഗത്തോളം വെള്ളം വെക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് പൊന്തി പതഞ്ഞ് തൂവി പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് തിളച്ച് മൊത്തം പുകയാണ് അവിടെ. ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ പൊങ്കാല. അപ്പോൾ ഒരു നമ്പറൊക്കെ ഇട്ട് തന്ന് നമ്മൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്തതിനനുസരിച്ചാണ് നമുക്ക് അടുപ്പൊക്കെ തരിക. അപ്പോൾ നമ്മളെ പൊങ്കാലക്കലം ഏകദേശം തിളച്ച് തൂവിപ്പോയിട്ടോ. വീഡിയോ എടുക്കണ അമ്മുവായിരുന്നു. അമ്മുവിനൊക്കെ പുകഞ്ഞിട്ട് അവൾ ഓടിപ്പോയി അവിടുന്ന്. അമ്മുവും മേമയൊക്കെയാണ് ഞങ്ങൾക്ക് ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്. വിറകൊക്കെ കഴിഞ്ഞാൽ വിറക് അപ്പുറത്തുനിന്നൊക്കെ എടുത്ത് കൊടുന്നിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പിന്. അമ്മു പിന്നെ വീഡിയോ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം, അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഇത് കാണുന്നത്. അപ്പോൾ അവളുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് അങ്ങനെ എൻ്റെ പൊങ്കാലൊക്കെ ഒന്ന് തിളച്ചൊന്ന് പോയിട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ശർക്കരയൊക്കെ ഇട്ടു. ഒരാഴ്ച ശർക്കര അവർ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് തുറന്ന് ഞാൻ അടപ്പൊന്നും കൊണ്ടുപോകാൻ മറന്നു. അപ്പോൾ ഈ കഴുകാൻ കൊണ്ടുപോയ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുക കാരണം അമ്മൂനോടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് വേഗം അവിടുന്ന് മാറി നിന്നു. കാരണം ഒരു അടുപ്പല്ലല്ലോ, ഒരുപാട് അടുപ്പ് എന്നുള്ള മൊത്തത്തിൽ അവിടെ ഒരു പുകയാണ്. എല്ലാവർക്കും തന്നെയാണ് പ്രശ്നം, അടുപ്പ് നിറഞ്ഞിട്ട് അത് കത്തണില്ല. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെ അത് വെക്കേണ്ട. അടുപ്പ് കുറച്ചും കൂടിയും ഇഷ്ടിക ഒന്നും കൂടി നീക്കി കുറച്ചൊന്നും ഇതാക്കി വെക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊങ്കാല ഇവിടെ പൊന്തി തിളച്ച് റെഡിയായി വന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് അവരിങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ നാരായണ ചൊല്ലണം, അതേപോലെ ഇത് പൊന്തി തിളച്ച് പോകുമ്പോൾ നല്ലപോലെ പ്രാർത്ഥിക്കണം. പിന്നെ അങ്ങനെ ഓരോ ഘട്ടങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തീ പറയുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നിയിട്ട് പുറത്ത് കത്തുകയാണ്. പുറത്തേക്ക് ഇങ്ങനെ തീ നീക്കി അതിൻ്റെ ഉള്ളിലേക്ക് അത്ര സ്ഥലമില്ലേനും
ഇത് എന്താ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒന്നാമത് ചൂട് സമയമല്ലേ, പിന്നെ ഇത് രാവിലെ അത്യാവശ്യം നേരത്തെ ആയിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ചൂടൊക്കെ വരുമ്പോഴേക്കും ഇത് കഴിയണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് കമ്മിറ്റിക്കാർ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ നമ്മളിത് തുടങ്ങി 9:30-10 മണിയുടെ ഉള്ളിലാണ് നമുക്കത് മൊത്തത്തിൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റും. അപ്പോൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കണം, മൊത്തം ഇങ്ങനെ കത്തിയിട്ട് കൈയൊക്കെ ചൂടാവുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ശർക്കരയൊക്കെ ദൂരെ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം കൂടെ ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടപ്പ് തുറന്ന് വയ്ക്കാൻ പറയുന്നവർ, കാരണം പായസത്തിൽ നെയ്യ് ഒഴിക്കാൻ ഒരു ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതിൽ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്പൂണാണല്ലോ വെച്ചാലും കൂടി അവർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതൽ നമുക്ക് തേങ്ങ, നെയ്യോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നെയ്യ് ഒഴിച്ചു. പിന്നെ അമ്മ ഒരു ബോട്ടിൽ നെയ്യ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് വളക്കിലൊക്കെ ഒഴിച്ച് വളക്ക് കത്തിച്ചു. പിന്നെ ബാക്കിയുള്ളത് ഇട്ടു. പിന്നെ അടുത്തുള്ള ഒരു ചേച്ചി, അവരുടെ വീട് അടുത്തായിരുന്നു, അവരവിടെ പോയിട്ട് പഴം കൊടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 പഴമൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പഴമൊക്കെ ഇട്ട് നമ്മൾ പൊങ്കാല പായസം ഇവിടെ റെഡിയായി. അപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് പൂജാരിമാർ ഇതിങ്ങനെ തളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തളിച്ച് അതിൽ പൂവൊക്കെ ഇട്ട്, അതേപോലെ തന്നെ എല്ലാ പൊങ്കാല ചട്ടിയിൽ നിന്നും ഓരോ സ്പൂണ് പായസം അവർ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പായസം എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടത് അവിടെ ദേവിക്ക് നേദിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാ പായസം കൂടി ഓരോ സ്പൂണ് മിക്സ് ചെയ്തിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് താഴത്തെ വരിയിലാണ്. അപ്പോൾ ഞാനൊരു സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുന്നത്, അതൊക്കെ അമ്മ വീഡിയോയിൽ പകർത്തിയിട്ട് തന്നു. അമ്മ വീഡിയോ എടുക്കാനും ഇത് കാണാനും വേണ്ടി വന്നതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹെൽപ്പിനൊക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ. അങ്ങനെ അവളൊന്ന് പുകഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാതെ എന്താ ഇവിടുന്ന് ഓടിപ്പോയി, അതാണ് അവസ്ഥ. അപ്പോൾ അതങ്ങനെ തളിച്ചിട്ട് അതിൽ പൂവും ഇതൊക്കെ പായസത്തിൽ ഇടുക. പൂവാണ് കേട്ടോ ഇടുന്നത്. പൂവ് എന്താ തുളസിയും ഒക്കെ ആയിട്ടുള്ള അവിടെ പൂജിച്ചിട്ടുള്ള പൂവ് ഇടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ദക്ഷിണ വേണമെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു പായസം എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു കേട്ടോ, എന്താ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പൊങ്കാല റെഡിയായി. ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് എന്തൊരു ചിഞ്ചിലിക്കൊക്കെ ആക്കിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതും വരാം, ഫുഡും കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടികളാണ് കേട്ടോ. അയ്യോ, സാരിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നി. ഞാനൊരു സെറ്റ് സാരി ഒന്നും എടുക്കാണ്ട് ഒരു പച്ച സാരി കേട്ടോ. അതിന് സാരി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ലോ പ്രൈസിലുള്ളൊരു സാരിയാണ്. ഞാനൊരു ബ്ലൗസ് എടുക്കാൻ വേണ്ടി കടയിൽ ചെന്നപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, കാണാൻ നല്ല ഭംഗിയുണ്ട്. വെറും 299 സാരി കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. വിലയും നല്ല കുറവ്, നമുക്ക് കാണാനും ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴുകാൻ പോട്ടെ. ഇത് അവിടുത്തെ ഒരു കേശവൻ എന്ന് പറഞ്ഞ ആന ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആനയുടെ പ്രതിമ അവിടെ ഉണ്ടാക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ തിരുമാതാംകുന്ന് അമ്പലം. ഞങ്ങളിതിനെ വലിയ കാവ് എന്നാണ് പറയുക, വലിയ കാവ് കേട്ടോ. ഇനി വല്ല ചെറിയ കാവ് അവിടെ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. വലിയ കാവിൽ പൂരം അങ്ങനെ പിന്നെ എന്തെങ്കിലും കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് വരാറ് കേട്ടോ. എപ്പോഴും ഒന്നും തൊഴുകാനൊന്നും വരാറില്ല. കോങ്ങാട് ടൗണിൽ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് തൊഴുകാൻ പോകട്ടെ. ഇത് പെരിന്തൽമണ്ണ തിരുമാതാംകുന്ന് അമ്പലത്തിൻ്റെ ചെറിയൊരു രൂപമൊക്കെ ഉള്ളൊരു അമ്പലമാണിത്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കയറി വരുന്നതിൻ്റെ അവിടെ തന്നെ ഉണ്ടോ ഇവിടുത്തെ ഭണ്ഡാര അടുപ്പുള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് ആദ്യം തിരി കൊളുത്തിയതും അമ്പലത്തിലേക്കുള്ള പായസം ഉണ്ടാക്കിയതൊക്കെ. ഞാൻ തൊഴുതിറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റേജിൽ ദേവി ഭാഗവതം വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചുകൊണ്ട് പോയപ്പോഴാണ് ഏട്ടൻ്റെ മേമയാണ് കേട്ടോ അത് വായിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താ അവരുടെ വീട് ഇവിടെ കൊങ്ങാടാണ്. മേമ അങ്ങനെ ഭാഗവതം വായിക്കാനൊക്കെ പോകാറുണ്ടെന്ന് അറിയാം. പിന്നെ നോക്കിയപ്പോൾ മേമയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ അവിടെ നോക്കി നിന്നിട്ട് മേമ വായിച്ച് കൊടുക്കണം കേട്ടോ. അവരാണ് മെയിനായിട്ടത് വായിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഞാൻ നോക്കി നിന്നു. അതിന് നമ്മൾ നിന്ന് കാണാമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ മേമ. അപ്പോൾ മേമ ഒന്ന് വായിച്ചിട്ടൊന്ന് നിർത്തിയിട്ട് അടുത്ത ആൾക്കാർ വായിക്കുമ്പോൾ നോക്കിയപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഒരു ഹായൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ച് തൊഴുത് അതിന് ശേഷം നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങിയത് നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ അപ്പോൾ ധാവണി ഫുഡ് സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. അവിടെ പൊങ്കൽ എനിക്കിഷ്ടമായി, അമ്മയ്ക്കിഷ്ടമായി. അങ്ങനെ ഞാൻ അതുകൂടി എനിക്ക് ബാക്കി കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൊങ്കാലയ്ക്ക് പോയതിൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.